ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെല്ലാവരും കൂടി പോകുന്നത് സെൻട്രൽ കോസ്റ്റിലേക്കാണ്. കൃത്യമായി പറഞ്ഞ എൻട്രൻസിലേക്ക്. നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പറ്റുന്ന എല്ലാ ക്വാളിറ്റീസുമുള്ള ഒരു സ്ഥലമാണ് സെൻട്രൽ കോസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. ആ നാടും നാട്ടുകാരും അവിടുത്തെ പച്ചപ്പും എന്തിനധികം പറയുന്നു, അവിടുത്തെ വായുവിന് തന്നെ ഒരു ഫ്രഷ്നെസ് എനിക്ക് തോന്നിയിരുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പ്, പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ ഭൂരിഭാഗം ബേർഡ്സും ഡൊമസ്റ്റിക്കേറ്റഡ് ആണെന്നാണ് അന്ന പറയുന്നത്. നമ്മളെയൊന്നും അവർക്ക് ഒരു പേടി പോലുമില്ല. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലോങ് ജെട്ടിയിലേക്കാണ്. ഇതിവിടുത്തെ ഒരു പോപ്പുലർ അട്രാക്ഷനാണ്. കടലിനുള്ളിലേക്ക് നീണ്ടുപോകുന്ന ഒരു വോക്ക് വേ. ഒരറ്റത്ത് നിന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കതിൻ്റെ അവസാനം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീക്കെൻഡ് ആയിരുന്നെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര തിരക്കുണ്ടായിരുന്നില്ല അന്ന്. Hey guys, I told them that I don't have long arms. They don't believe me, so. അത് കഴിഞ്ഞ് അന്നയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഞങ്ങൾ പോയത് ഒരു ആർട്ട് എക്സിബിഷൻ കാണാനായിരുന്നു. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകാൻ അന്നയ്ക്കാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ എവിടെ പോയാലും ആർട്ട് ഗാലറി എവിടെയുണ്ടെന്നാണ് അവൾ ആദ്യം തപ്പുക. മിക്കപ്പോഴും സമയക്കുറവ് കാരണം അവിടെ വരെ എത്താറുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടുതലുണ്ടായിരുന്നു. പോരാതെ പുറത്ത് നല്ല മഴയും. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. അഗാധമായ അർത്ഥങ്ങളൊന്നും പിടികിട്ടിയില്ലെങ്കിലും അവിടെ ഡിസ്പ്ലേ ചെയ്ത പെയിൻറ്റിങ്സ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. എന്നാൽ മഴ നനയുന്നത് അത്ര സുഖമല്ല, അല്ലേ? ഇത് പെട്ടെന്ന് പെയ്ത മഴയൊന്നും അല്ല കേട്ടോ. ഓൾറെഡി ഈ സമയത്ത് മഴ പെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരു കാപ്പിയൊക്കെ കുടിച്ച് മഴ മാറാൻ വേണ്ടി ഞങ്ങളും കാത്തിരുന്നു. എന്നാൽ മഴ കൂടിക്കൂടി വന്നതേ ഉള്ളൂ. ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കധികം മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയത് ബൗളിങ്ങിനാണ്. പുറത്ത് ശക്തിയായ മഴ കാരണം അവിടെയും നല്ല തിരക്കായിരുന്നു.
ഫുഡ് കഴിക്കാനായി തായ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ എത്തിയത്. എവിടെ പോയാലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്ലേവറായിട്ടാണ് തായ് ഫുഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.